ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറണം. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേന്നു വിശ്രാമദേശത്തു. വിശ്വാസനായകനേശുവേന്നു വിശ്രാമദേശത്തു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകരുടെ ജീവിതത്തിലെ ചോദ്യമാണ് ഇന്ന് നമുക്ക് ഒരു ഉത്തരമായി നമുക്കിന്ന് കർത്താവ് തന്നിരിക്കുന്നു. എന്തെന്നാൽ ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനം, ആ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ താൻ പിടിച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ശോധന വരുമ്പോ വിട്ട് കളയോ, പ്രലോഭനം വരുമ്പോ അവന്റെ ബുദ്ധി തിരിയോ, അത് ഉറപ്പാകുന്നത് വരെയും ഒരു ജീവിതം. അത് കഴിഞ്ഞാൽ വേറൊരു ജീവിതം. ഞാൻ പറഞ്ഞതിന്റെ സാരം, രൂത്ത് ഒരു ഇസ്രായേലിയ പുരുഷന്റെ ഭവനത്തിൽ വന്നു, എലിമേലെക്കിന്റെ ഭവനത്തിൽ വന്നു. അവിടെ ജീവിച്ച സത്യദൈവം ഏതാണ്ട് കണ്ടെത്തി. ഇസ്രായേലിലല്ലാതെ ദൈവമില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇനി ജീവിക്കുന്നെങ്കിൽ ഈ ഭവനത്തിലും അവരുടെ വിശ്വാസത്തിലും മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഓർപ്പയും ഇത് ആഗ്രഹിച്ചു. ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോ ഇത് എത്ര നാളിങ്ങനെ പോകും? എത്ര നാള് പോകും? ഈ രൂത്തിനെ സംബന്ധിച്ച് മുമ്പിലൊന്നും കാണാനില്ല, ഓർപ്പയെ സംബന്ധിച്ചൊന്നും കാണാനില്ല, നവോമിയെ സംബന്ധിച്ചൊന്നും കാണാനില്ല. ഇതിങ്ങനെ എത്ര നാൾ പോകും? 10 വർഷം, അല്ലെങ്കിൽ 50 വർഷം. ഞങ്ങൾ കഴിയുമ്പോ ഇതേ വയസ്സ് ചെയ്തിരിക്കുക. നവോമി മരിക്കും, രൂത്ത് പ്രായമാകും. ഇതിങ്ങനെ അവസാനിച്ച് പോകാനാണോ ഈ വിശ്വാസം കൊണ്ട്? അതല്ല, ഇതിന്മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ ഇവരുടെ സ്വഭാവം നിലനിൽക്കുമെന്നറിയണം. അവിടെയാണ് ദൈവം. എന്നിട്ട് വേണം ദൈവത്തിന് പ്രവർത്തിക്കാൻ. അപ്പൊ ദൈവം ഇത് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കും. വന്ന് ഒരു ഘട്ടം വന്നപ്പോഴേക്കും ദൈവം ഒരു വാർത്ത അയച്ചു. ഇസ്രായേലിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായി, മഞ്ഞും മഴയും പെയ്തു, ഇസ്രായേലിൽ വിളവുണ്ടായി, പണ്ടത്തെ ക്ഷാമമൊക്കെ പോയി എന്നുള്ള വാർത്ത കേൾപ്പിച്ചു. വാർത്ത കേട്ടപ്പോൾ തന്നെ നവോമി തീരുമാനിച്ച് നമുക്ക് തിരിച്ചു പോകാം. എങ്ങനെ തിരിച്ചു പോകും? തൻ്റെതായിട്ട് ആരുമില്ല. 2 പെൺകുട്ടികൾ, മോവാബ് ദേശത്തെടുത്ത് 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരോട് കാര്യം പറഞ്ഞു, മക്കളെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞാൻ എന്റെ ദേശത്തേക്ക് പോവുക. ആരുമില്ല, ഞങ്ങള് 2 ആൺമക്കളും ഭർത്താവും കൂടെ വന്ന് അവരാരും എല്ലാവരും പോയി. അവിടെ നിന്ന് നിർബന്ധം മൂത്തപ്പോൾ ഓർപ്പ അമ്മാവിയമ്മ ചുംബിച്ചൊക്കെ പിരിഞ്ഞു. അവളുടെ ജീവിതം, വിശ്വാസ ജീവിതം അവിടെ അവസാനിക്കുക. ഇത്രയും കാലം ചെയ്തതും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്തുകൊണ്ടെന്ന് സംസാരിക്കുന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല. ഇത്രയും കാലം അധ്വാനിച്ചതും ഇത്രയും കാലം മുറുകെ പിടിച്ചതും
രൂത്ത് എന്ത് പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഓർപ്പയും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രമാത്രം വിശ്വാസത്തിന് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ടും അമ്മായിയപ്പന് വേണ്ടിയിട്ടും കർത്താവിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചത് രൂത്ത് പ്രവർത്തിച്ചതുപോലെ തന്നെ ഓർപ്പയും പ്രവർത്തിക്കും. ഒറ്റ തീരുമാനത്തിലേക്ക് വരിക, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. തീരുമാനം നിർബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്യത്തിലേക്ക് നോക്കിയപ്പോ ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ചെറുപ്പമാണ്. ഇനി വയസ്സ് എന്ന് മരിക്കുന്നത് വരെയും ഈ വൈധവ്യം കൊണ്ട് നടക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അമ്മായിയമ്മ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി അവളുടെ ദേശത്തേക്ക് മടങ്ങി. രൂത്ത് എന്നാലും മരണത്താലല്ലാതെ ഈ ബന്ധം വിടില്ല, ഞാൻ നിന്നെ വിട്ടു പിരിയില്ല എന്ന് തീരുമാനമുണ്ട്. തീരുമാനം വന്നതോടുകൂടി അവളുടെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന്റെ ഇടയിലേക്കുള്ള ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതിലേക്ക് തിരിയുന്ന ഘട്ടമായിരുന്നു. ഇതാരും മനസ്സിലാക്കിയില്ല. അന്ന് മുതൽ ഭർത്താവ് മരിച്ച ദുഃഖം മാറുന്നത്, അമ്മായിപ്പം മരിച്ച ദുഃഖം മാറുന്നത്, അന്യദേശത്തുള്ള ദുഃഖം മാറുന്നത്, ഓരോന്ന് മാറി എവിടെ എത്തി? ഇന്ന് മശിഹായുടെ തലമുറയെ പ്രസവിച്ച ശ്രേഷ്ഠ യുവതികളുടെ, ശ്രേഷ്ഠ അമ്മമാരുടെ കൂട്ടത്തിൽ ഇന്ന് സ്വർഗീയ മണ്ഡലത്തിൽ ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളോട് ആത്മീക ദൂതായിട്ട് പറയുന്നത് പ്രകാരം ഇത്രയും കാലം എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതല്ല, ഇത്രയും കാലം ജീവിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുവരെയും വെളിപ്പെട്ടു വരാത്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിന്മേൽ ജീവിതം മറ്റൊരു ദിശയിലേക്ക് തിരിയാൻ പോവാ. അവന്റെ മൊർദെഖായി ഹാമാനെ കുമ്പിടുന്നില്ല. എല്ലാവരും വന്ന് പറഞ്ഞ്, നീ എന്താ ഈ ചെയ്യുന്നേ? നീ കുറച്ചു നാളായിട്ട് എല്ലാവരും കാണുന്നുണ്ടത്. ഹാമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവൻ ആരാന്നറിയാമോ? രാജാവ് കഴിഞ്ഞ അടുത്ത ആളാ. ആ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ, ഒന്ന് കുമ്പിടുവോ, ഒന്ന് അവനെ വന്ദിക്കുകയോ ചെയ്യാത്ത എന്താ? ശരിയല്ല. അവൻ പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. പ്രശ്നങ്ങളായി അവിടെ നിന്ന് തുടങ്ങുവാണ്. അവിടെ നിന്ന് അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഒടുവിൽ അവൻ എത്തിച്ചേർന്ന സ്ഥലം ഇന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അവൻ ആയിത്തീർന്ന അവസ്ഥ നമ്മൾ ഇന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതുകൾ ഓർമ്മ വെച്ചുകൊള്ളുക. ജീവിതം ദൈവത്തെ അറിഞ്ഞും ദൈവത്തോടുള്ള ഭക്തിയിലും ജീവിക്കുന്ന കാലഘട്ടമല്ല. ദൈവം തീരുമാനം മനസ്സിലാക്കിയാൽ പിന്നീടുള്ള ദൈവപ്രവൃത്തി. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിക്കും. ഇനി ഒരു കാര്യമുണ്ട്, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കില്ല എന്നുള്ളത് രാജാവ് മനസ്സിലാക്കിയച്ചാണ്. പ്രശ്നമായി കാഴ്ചക്കാരുടെ മുമ്പിൽ അവരുടെ ജീവിതം അവസാനിക്കാൻ പോവുക. മൊർദെഖായി തീരാൻ പോവുക. ചന്ദ്രക്ക് മേശ കവചരകവും ഇല്ലാതാകാൻ പോവുക. രൂത്ത് എങ്ങും ഇല്ലാതാകാൻ പോവുക. രൂത്തിന് അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഈ ബോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് ഇതൊന്നും അറിയാൻ പാടില്ല. എല്ലാം പോവുക. പക്ഷെ ദൈവത്തിന് മുമ്പാകെ അവരുടെ ജീവിതം തുടങ്ങാൻ പോവുക. അവരെ ഒരു സ്ഥാനത്തെത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ആരംഭമാണ് അവിടെ. അവരുടെ തീരുമാനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇനി പ്രവർത്തിക്കാനുള്ളത് ദൈവത്തിനാണ്. ഭാഗ്യവശാൽ എന്ന് പറയുന്ന ജീവിതം അവിടെ തുടങ്ങുകയാണ്. ഭാഗ്യവശാൽ അവൾ ചെന്നത് ബോസിന്റെ വയലിലായിരുന്നു. ഭാഗ്യവശാൽ അവൾ ബോസിന്റെ ഭാര്യയായി തീർന്നു.
ഭാഗ്യവശാൽ അവരുടെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. മുഴുവൻ ഭാഗ്യങ്ങളാണ്. മൊർദെഖായി ഭാഗ്യവശാൽ അന്ന് ആ ദിനവൃത്താന്ത പുസ്തകം രാജാവ് എടുത്തില്ലായിരുന്നെങ്കിൽ മൊർദെഖായി തൂങ്ങി കഴുമരത്ത് തൂങ്ങേണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. ഭാഗ്യവശാൽ പിന്നീട് വന്നത് മുഴുവൻ ഭാഗ്യങ്ങളാണ്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ കഴിവല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ജീവിതം വേറെ, ദൈവത്തിന്റെ പ്രവൃത്തി വേറെ. അത് പിന്നീട് ഭാഗ്യവശാലാണ് മുഴുവൻ. ഭാഗ്യവശാൽ എല്ലാം ഭാഗ്യങ്ങളാണ്, ഭാഗ്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒടുവിൽ ഏത് നിലയിൽ എത്തിക്കഴിഞ്ഞു. കർത്താവിന്റെ ആത്മാവിന് തന്റെ ജനത്തിൽ പ്രവർത്തിക്കാനുള്ള സമയം ആകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇനി ഭാഗ്യത്തിന്റെ നാളുകളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധി ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വരട്ടെ. കുട്ടികളെ ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, നാഥ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ തുടർന്നു പോരുന്ന ഞങ്ങളുടെ സ്വഭാവവും ദൈവവുമായിട്ടുള്ള പ്രവർത്തനം, കർത്താവെ, ഇതെല്ലാം ഒരു നിമിഷം, കർത്താവെ, ഓർപ്പയുടെ ജീവിതം പോലെ ഇല്ലാതായി തീരാൻ ഒരു നിമിഷം മതി. എന്നാൽ ലോത്തിൻ്റെതുപോലെ രൂത്തിൻ്റെതുപോലെ ഭാഗ്യമുള്ളതായി തീരാൻ അതിനും ഒരു തീരുമാനം മതി. ഒരു നിമിഷം കൊണ്ട് ഓർപ്പ പിന്തിരിഞ്ഞു പോയി. അവരുടെ സ്വഭവനത്തിലേക്കും സ്വജാതിക്കാരുടെയിലേക്കും പോയി, സ്വന്തം ദേവന്റെ അടുക്കിലേക്കും പോയി. ഇരുപത്ത് ഭാഗ്യവശാൽ അവർ ചെന്നെത്തിയ സ്ഥാനമാണ്. മൊർദെഖായി ചെന്നെത്തിയ സ്ഥാനമാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ചെന്നെത്തിയ സ്ഥാനമാണ്. ദാനിയേൽ ചെന്നെത്തിയ സ്ഥാനമാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, നാഥ, ഇനി ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ പല തരത്തിൽ, പല സ്വഭാവത്തിൽ, പല സമർപ്പണത്തിൽ ഇത്രയും കാലം നിന്നു, ഇത്രയും കാലം ജീവിച്ചു. ഇനി അങ്ങനെയല്ല കർത്താവേ, ഇനി അങ്ങനെയല്ല യേശുവേ. ഈ സമയം ഒരു തീരുമാനത്തിന്റെയും, കർത്താവെ, തുടർന്ന് ഭാഗ്യത്തിന്റെയും തുടർന്ന് ദൈവപ്രവൃത്തിയുടെയും നാളുകളാക്കി തീർക്കുവാൻ യേശുവിന് കഴിയുമല്ലോ. ഓ ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങട്ടെ. ദൈവമേ, ഭാഗ്യം കൈവശമാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ ജനത്തെ സന്ദർശിക്കണമേ. കർത്താവ് ജനത്തോട് ഇടപെടുമാറാകണമേ. ദൈവമേ, ദൂരെയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും എന്റെ കർത്താവ് കാണണം. ഭവനങ്ങളായിട്ട് കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവിന്റെ കരം കർത്താവ് ജനത്തെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളൊക്കെ കർത്താവ് ഇടപെട്ടിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. പ്രഭുവിന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമതിയോനിൽ ഞാൻ അന്യനല്ല, വീരൻ ദൈവം എനിക്കധികം